നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം 2 DC മോട്ടർ ആവശ്യമാണ്. കുറച്ച് LED ബൾബും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു പേനയുടെ ഒരു ഫില്ലർ നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ച് കാർഡ്ബോർഡിൻ്റെ പീസ് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നീളത്തിലൊരു പീസ് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയ ഹോൾ ഇടണം. അതിന് നമ്മൾ കോമ്പസ് എടുത്തിട്ട് നമ്മളതിൽ ചെറിയ ഹോൾ ഇടുക. അങ്ങനെ നമ്മൾ ഹോളെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇട്ട ഹോളിലോട്ട് നമുക്ക് LED ബൾബ് സെറ്റ് ചെയ്ത് വെക്കണം. LED ബൾബിൻ്റെ 2 ലെഡും നമ്മൾ ഇട്ട ഹോളിലൂടെ കയറ്റി വെച്ചാൽ അത് അവിടെ നിന്നോളും. LED ബൾബ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് ഒരു സൈഡിലും പോസിറ്റീവ് മറ്റേ സൈഡിലും തന്നെ ആയിരിക്കണം. എല്ലാ ബൾബും ഒരേപോലെ ആയിരിക്കണം. എന്നാലേ നമ്മൾ ഷോൾഡർ ചെയ്യുമ്പോൾ മാറാതെ നിൽക്കുകയുള്ളൂ. മറ്റേ ഏതെങ്കിലും തരത്തിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൾബ് കത്തൂല, അതേപോലെ ഷോർട്ട് ആവാനും സാധ്യതയുണ്ട്. അങ്ങനെ നമ്മളെല്ലാ LED ബൾബും അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ LED ബൾബിൻ്റെ ലെഡ് നീർന്ന് നിൽക്കുന്നത് നമുക്ക് മടക്കി വെക്കണം. മടക്കി വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് മടക്കി വെക്കാം. അങ്ങനെ നമ്മളെല്ലാതും മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഷോൾഡർ ചെയ്തെടുക്കാം. എല്ലാ LED ബൾബിൻ്റെ ലെഡും നമ്മൾ ഷോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മൾ മാറ്റി വെച്ച DC മോട്ടർ എടുക്കുക. ആ DC മോട്ടർ എടുത്തതിന് ശേഷം നമുക്ക് ആ DC മോട്ടറിൻ്റെ വയറുകൾ തമ്മിൽ നമ്മുടെ LED ബൾബിൻ്റെ ലെഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്യണം. DC മോട്ടറിൻ്റെ വയർ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ DC മോട്ടർ എടുക്കുകയാണ്. അതിന് 2 വയർ നമുക്ക് ഷോൾഡർ ചെയ്ത് കൊടുക്കുക. മോട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യത്തെ DC മോട്ടർ നമ്മുടെ LED ബൾബ് സെറ്റ് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് പീസിലേക്ക് നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ DC മോട്ടറിൻ്റെ ബോഡി മെറ്റൽ ആയതുകൊണ്ട് LED ബൾബിൻ്റെ ലെഡ് തമ്മിൽ തട്ടാൻ പാടില്ല. DC മോട്ടറിൽ തട്ടി തന്നെ ഷോർട്ട് വരും. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി എന്താ വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ച ഫില്ലറിൻ്റെ ഇതുമെന്ന് ഒരു ചെറിയ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ആ കട്ട് ചെയ്തെടുത്ത പീസ് നമ്മൾ DC മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് നമുക്ക് കുടുക്കി കൊടുക്കുക. അതേപോലെ രണ്ടാമത്തെ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് നമുക്ക് കുടുക്കി കൊടുക്കുക. നമ്മൾ ബാറ്ററീൻ്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മളിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുകയാണ്. അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്, ലൈറ്റും കത്തുന്നുണ്ട്. ബൾബ് കത്താത്ത സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ DC മോട്ടർ കറങ്ങുന്നതിൻ്റെ ദിശ മാറ്റി കൊടുത്താൽ മതി. നമുക്കിതൊരു സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് വെക്കണം. ഞാനൊരു വാട്ടർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടപ്പിൻ്റെ മുകളിൽ ഗ്ലൂ ഉപയോഗിച്ചിട്ട് അതിൽ മോട്ടർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത്തരത്തിൽ കറങ്ങുന്ന രീതിയിൽ ഒരു LED ബൾബ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി അടക്കം കറക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇതിൻ്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് നമ്മൾ 2 DC മോട്ടറിൻ്റെ ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു മോട്ടർ കറങ്ങുമ്പോൾ മറ്റേൽ കറണ്ട് പ്രൊഡ്യൂസ് ആവും. ഷാഫ്റ്റിൻ്റെ കൂടെ DC മോട്ടർ അടക്കം കറങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച LED ബോർഡും മോട്ടറിൻ്റെ കൂടെ കറങ്ങുന്നത്.